ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം ക്രിസ്തീയ വിശ്വാസിക്ക് സംസ്കാരത്തോടുള്ള പ്രതികരണം. എൻ്റെ പേര് ബ്രദർ ബിനു പി ജോസഫ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജീവ കമ്മ്യൂണിക്കേഷൻ കൗൺസിലിംഗ് ആൻഡ് സ്പിരിച്വൽ ട്രീറ്റ്മെൻറ്റ്. എൻ്റെ ചെറുപ്പകാലത്ത് ഓണം, ക്രിസ്മസ് തുടങ്ങിയ ആഘോഷങ്ങളിൽ ചില സഭകളിൽ ഉപവാസ പ്രാർത്ഥന വയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ സഭകളിൽ ആരും അന്ന് ആഘോഷങ്ങളിൽ പങ്കെടുക്കാറില്ല. ഓണത്തിന് ഉപ്പേരി ഉണ്ടാക്കുന്നതും വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതും നാട്ടുകാർ സൗഹൃദം പങ്കിടുന്നതും ഒന്നും ഇവർക്ക് ബാധകമല്ല. ഇത് ചെയ്യുന്നത് പാവമെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. എന്നാൽ രഹസ്യമായി ഉപ്പേരി തിന്നുകയും കേക്ക് വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. യേശു ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിച്ച ഒരു വ്യക്തി തൻ്റെ നാടിൻ്റെ സംസ്കാരത്തോട് അകന്നു നിൽക്കണമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. 1-ാം നൂറ്റാണ്ട് മുതലുള്ള ആദിമ ക്രിസ്ത്യാനികൾ ദൈവവചനത്തിന് അനുസരണമായ വിശ്വാസം മുറുകെ പിടിച്ചു. അതേസമയം ദേശത്തിലെ സംസ്കാരങ്ങളും ആചാരങ്ങളും കൈവിട്ടവരും അല്ല. ഏതെങ്കിലും മതത്തിൻ്റെ അനുഷ്ഠാനങ്ങളെപ്പറ്റിയോ ആചാരങ്ങളെപ്പറ്റിയോ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. യേശു വളർന്ന നാട്ടിലെ സംസ്കാരവും രാഷ്ട്രീയവുമായ കാര്യങ്ങളിൽ തൻ്റെ ജീവിതം എങ്ങനെ ബന്ധപ്പെട്ടിരുന്നു എന്ന് പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. കാനാവിലെ കല്യാണ വിരുന്നിൽ യേശു പങ്കെടുത്തതായി നാം കാണുന്നു. ജെറുസലേം ദേവാലയത്തിലെ പെരുന്നാൾ ദിനത്തിൽ യേശു പങ്കെടുത്തു. യേശുവിൻ്റെ മാതാപിതാക്കൾ അവനെ ദേവാലയത്തിൽ കൊണ്ടുപോയി പരിച്ഛേദന കഴിപ്പിച്ചു. ഇതൊക്കെ നമുക്ക് ബൈബിളിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. യഹൂദന്മാർ റോമർ ഗവൺമെൻറ്റിന് നികുതി കൊടുത്തത് തെറ്റാണെന്ന് പഠിപ്പിച്ചിരുന്നു. എങ്കിലും യേശു തനിക്കും പത്രോസിനും വേണ്ടി ചതുർദ്രഹ്മ പണം നികുതിയായി നൽകി. അത് നമുക്ക് ബൈബിളിൽ കാണുവാൻ സാധിക്കുന്നു. കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമെന്ന് പരീശന്മാർ ചോദിച്ചപ്പോൾ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവാൻ യേശു പറഞ്ഞു. മത്തായി 17-ാം അധ്യായം അതിൻ്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സാമൂഹികവും രാഷ്ട്രീയവുമായ കടപ്പാടുകൾ നിവർത്തിക്കുവാനും സമൂഹത്തിൻ്റെ പൊതു സംസ്കാരങ്ങളിൽ പങ്കുചേരുവാനും യേശു ശ്രദ്ധിച്ചിരുന്നു. വിശുദ്ധിയും വേർപാടും പാലിച്ച് ജീവിക്കുക എന്നതിന് അർത്ഥം ലോകത്തിലുള്ള സാമൂഹിക കാര്യങ്ങളെ വെറുക്കുക, അയൽക്കാരോട് ഇടപെടാതെ ഒറ്റപ്പെട്ട് ജീവിക്കുക എന്നല്ല. ദൈവം വിലക്കിയ പാവങ്ങളോട് വേർപെട്ട് ജീവിക്കുക എന്നാണ് ഇത് സംബന്ധിച്ച് പൗലോസ് എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിക്കുക. ദുർനടപ്പുകാരോട് സംസർഗം അരുത് എന്ന് ഞാൻ എൻ്റെ ലേഖനങ്ങളിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ പിടിച്ചുപറിക്കാരോടോ വിഗ്രഹാരാധികളോടോ അരുത് എന്നല്ലല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ലോകം വിട്ടുപോകേണ്ടി വരും. 1 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നാം ഇടപെടുന്ന എല്ലാവരും നല്ല ജീവിതം നയിക്കുന്നവർ ആയിരിക്കണമെന്നില്ല. ഓട്ടോ ഓടിക്കുന്ന വ്യക്തി, ബസ് ഓടിക്കുന്ന ഡ്രൈവർ, മുടി വെട്ടുന്ന ആൾ, മീൻ വിൽക്കുന്ന വ്യക്തി, അങ്ങനെ സ്കൂളിലെ അധ്യാപകന്മാർ, തുണി തയ്ക്കുന്ന വ്യക്തി, അങ്ങനെ പലചരക്ക് സാധനങ്ങൾ വിൽക്കുന്ന വ്യക്തികൾ, അങ്ങനെ ഒട്ടുമുക്കാൽ ആളുകളും രക്ഷിക്കപ്പെട്ടവരോ ആത്മീയ ജീവിതം നയിക്കുന്നവരോ ആയിരിക്കണമെന്നില്ല. ചിലർ മദ്യപാന്മാരും ഏഷണിക്കാരും വഴക്കാളികളും വ്യഭിചാരികളും ദുർനടപ്പുകാരുമൊക്കെ ആയിരിക്കാം. അതുകൊണ്ട് ഞാൻ മുടി വെട്ടുന്നില്ല, മീൻ വാങ്ങി കഴിക്കുന്നില്ല, തുണി തയ്ക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെപ്പോലെ മണ്ടന്മാർ ഈ ഭൂമിയിൽ പിന്നെ വേറെ ആരും കണ്ടെന്ന് വരികയില്ല. ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ലോകത്തിലുള്ള ഈ വിധ ആളുകളുമായി ഇടപെട്ടേ മതിയാകൂ. അത് പാവമല്ല. എന്നാൽ നാം അവരുടെ പാവങ്ങളിൽ പങ്കാളി ആകരുത് എന്ന് മാത്രമാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. റോമർ 12-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്കൂളിൽ പോകുന്നതോ വോട്ട് ചെയ്യുന്നതോ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതോ ബസ്സിൽ കയറുന്നതോ ഒന്നും തെറ്റല്ല. ഒരു ക്രിസ്തീയ വിശ്വാസി തൻ്റെ ദേശത്തിൻ്റെ സംസ്കാരം ലംഘിക്കുന്നവനാകരുത്. യേശു യഹൂദനെ പോലെ പലസ്തീനിൽ ജീവിച്ചു. പൗലോസ് ഒരു റബ്ബിയെ പോലെ ജീവിച്ചു. അവരാരും നാടിൻ്റെ സംസ്കാരങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ജീവിതം നയിച്ചവരല്ല. കേരളത്തിൽ കേരളീനെ പോലെ ജീവിക്കണം. ആഫ്രിക്കയിൽ പോയി ഇംഗ്ലണ്ടുകാരനെ പോലെ ജീവിച്ചു കഴിഞ്ഞാൽ ഉള്ള അവൻ്റെ അവസ്ഥ എന്ന് ചിന്തിച്ച് നോക്കൂ. ഓരോ ദേശത്തിനും ഓരോ സംസ്കാരങ്ങളുണ്ട്. ഒരുവൻ ക്രിസ്തീയ വിശ്വാസിയായി തീർന്നു എന്ന കാരണത്താൽ സംസ്കാരത്തെ ലംഘിക്കുമ്പോൾ സമൂഹം അവനെ ഒറ്റപ്പെടുത്തുകയും വിചിത്ര വ്യക്തിയായി കാണുകയും ചെയ്യും. അവനെ സമൂഹം അംഗീകരിക്കുകയില്ല. സമൂഹം അംഗീകരിക്കാത്തവൻ്റെ
സുവിശേഷം അവർ കേൾക്കുകയില്ല. അവൻ പറയുന്ന സുവിശേഷം അനുസരിച്ചാൽ ഞാനും അവനെപ്പോലെ നിഷേധിയും ഒറ്റപ്പെട്ടവനും ആകുമെന്ന് മറ്റുള്ളവർ ചിന്തിക്കും. നാടിൻ്റെ നല്ല സംസ്കാരങ്ങൾ തലമുറയെ കൈമാറി വന്ന നല്ല പരിചയ സമ്പത്തുകളാണ്. ചില കാര്യങ്ങൾ ദോഷഫലം ചെയ്യുന്നതുണ്ടാകാം. ഗുരുവിനെ ബഹുമാനിക്കുക, മുതിർന്ന വ്യക്തികൾക്ക് മുമ്പിൽ എഴുന്നേൽക്കുക, മാന്യമായ വസ്ത്രം ധരിക്കുക, ബഹുമാനിക്കേണ്ട വ്യക്തികളോട് കൈകൂപ്പി നമസ്തേ എന്ന് പറയുക. ഇങ്ങനെ എത്ര നല്ല കാര്യങ്ങൾ തലമുറയെ നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ട്. പൗരസ്ത്യ നാട്ടിൽ വിവാഹത്തിൻ്റെ അടയാളമായി താലി അഥവാ മിന്നു കെട്ടുകയാണ് പതിവ്. പാശ്ചാത്യ നാട്ടിൽ വിവാഹമോതിരമാണ് വിവാഹ ചിഹ്നം. ഇതൊരു മതത്തിൻ്റെയും ആചാരമല്ല. ഭാരതത്തിൽ ഇത് ദ്രാവിഡ സംസ്കാരത്തിൽ നിന്ന് വന്നതാണ്. മതപരമായ മറ്റു ചിഹ്നങ്ങളും വ്യത്യസ്തമായ നാടുകളിൽ ഉണ്ടെങ്കിലും മിന്നും മോതിരവും സാർവത്രികമായി സംസ്കാരത്തിൻ്റെ ഭാഗങ്ങളാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വിവാഹിതൻ അല്ലെങ്കിൽ വിവാഹിത വിവാഹ ഉടമ്പടിയുടെ അടയാള ചിഹ്നമായ വിവാഹമോതിരമോ മിന്നുമാലയോ ഊരിക്കളയണമെന്നോ വിവാഹമോതിരം ധരിക്കരുതെന്നോ ദൈവവചനം പഠിപ്പിക്കുന്നില്ല. ആഭരണം ധരിക്കുക എന്നതിലുപരി വിവാഹത്തിൻ്റെ സാംസ്കാരിക അടയാളമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ഇത് പൊട്ടിച്ചു കളയുമ്പോൾ സാംസ്കാരിക ലംഘനമാണ് ഇവിടെ നടക്കുന്നത്. സംസ്കാരത്തോടുള്ള ഈ നിഷേധം കുടുംബത്തിലും സമൂഹത്തിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. കെട്ടുതാലി പൊട്ടിച്ച പെണ്ണിൻ്റെ വിശ്വാസം സ്വീകരിക്കുവാൻ മറ്റുള്ളവർ തയ്യാറാകത്തില്ല. വിശ്വസിച്ചാൽ കെട്ടുതാലി ഊരണം എന്ന ഒരു അപകട സൂചന ഇത് വിശ്വസിക്കുന്ന ഒരു കൂട്ടർ ഈ സമൂഹത്തിന് നൽകിക്കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ ചെയ്താലേ വിശുദ്ധ ജീവിതം നയിക്കാനാകൂ, ആത്മീയമായി വളർച്ച പ്രാപിക്കൂ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കൂട്ടർ നമ്മുടെ മധ്യത്തിലുണ്ട്. ഞാൻ പറയാതെ തന്നെ നമുക്കറിയാൻ സാധിക്കും. സംസ്കാരത്തിൽ നിന്ന് അന്യപ്പെട്ട് ജീവിക്കുക എന്നല്ല വിശുദ്ധി. സമൂഹത്തിൻ്റെ തിന്മ ജീവിതത്തിൽ പകർത്താതെ സാമൂഹിക ജീവിതം നയിക്കുവാൻ കഴിയണം. സാധാരണക്കാരെ പോലെ ജീവിക്കുകയും അസാധാരണമായ ദിവ്യ സ്വഭാവത്തിന് ഉടമകളാകുകയാണ് വേണ്ടത്. സംസ്കാര ലംഘികളായിട്ടല്ല, നല്ല സംസ്കാരത്തിൽ ജീവിക്കുന്നവരായിട്ടാണ് നാം ഭൂമിയിൽ ജീവിക്കേണ്ടത്. ഓരോ ക്രിസ്തീയ വിശ്വാസികളും ഇത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സംസ്കാര ശൂന്യരായിട്ട് ജീവിക്കുകയല്ല, നമ്മൾ സംസ്കാരത്തെ ലംഘിക്കുന്നവരായിട്ടല്ല, സംസ്കാരം ഉള്ളവരായിട്ട് ഭൂമിയിൽ ജീവിക്കുക. ഒരു പക്ഷേ കഴിഞ്ഞ നാളുകളിലൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അന്ധമായ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അന്ധതയിൽപ്പെട്ട് നിങ്ങൾ ഒരുപക്ഷെ ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടാന്ന് വെച്ച് നിങ്ങൾ ജീവിച്ച വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കൊന്ന് തിരിഞ്ഞ് ചിന്തിക്കുവാനുള്ള അവസരം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുകയാണ്. നിങ്ങൾ തുടർന്നുള്ള നാളുകളിൽ ഈ അന്ധമായ വിശ്വാസത്തിൽ നിന്ന് മാറി നിങ്ങളൊരു പുതിയ ഒരു തീരുമാനത്തോടു കൂടി ഈ ബൈബിൾ വ്യക്തമായി പഠിച്ച് വളരെ യുക്തിയോടും വളരെ ബുദ്ധിയോടും കൂടി ജീവിക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഇത്രത്തോളം സമയം എന്നെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കുന്നു.